ഹലോ. നല്ല വെയിലാണല്ലോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീടിൻ്റെ പിന്നിലുള്ള പറമ്പിലാണ്. ഇതൊരു എന്താ പറയുക, ഒരു ട്രാവൽ വീഡിയോ അല്ല, പക്ഷേ ഞങ്ങളുടെ ഓർമ്മകളിലേക്കുള്ള, ഞങ്ങളുടെ ചെറുപ്പകാല ഓർമ്മകളിലേക്കുള്ള ഒരു ട്രാവൽ വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ പണ്ട് കളിച്ച് നടന്നിരുന്ന പാടവും മീൻ പിടിക്കാനും പരിപാടിക്കൊക്കെ വന്നിരുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ ഈ വീഡിയോയിലും. അങ്ങനത്തെ കുറേ നമ്മുടെ ചെറുപ്പത്തിലുള്ള കുറേ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന കുറേ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇതുമാതിരിപ്പെട്ട പ്രിയപ്പെട്ട കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഈ മതിൽ കണ്ടില്ലേ, ഇവിടെ മുന്നേ ഞങ്ങളുള്ളപ്പോൾ സമയത്ത് നമ്മുടെ ഒരു 10 വർഷം മുന്നേ ഇവിടെ ഒരു മതിലായിരുന്നില്ല, ഇവിടെ ഒരു വലിയ കിണറുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെപ്പോഴും മീൻ പിടിക്കാനും കാര്യങ്ങൾക്കൊക്കെ വന്നിരുന്ന ഞങ്ങളുടെ ഒരു മെയിൻ മീൻപിടുത്തം സ്പോട്ടായിരുന്നത്. പക്ഷെ ഇന്ന് അവിടെ കിണറില്ല. ഇതുമാതിരി കുറേ സ്ഥലങ്ങൾ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഓർമ്മയിലുള്ള കുറേ നല്ല നല്ല സ്ഥലങ്ങൾ ഇപ്പോൾ ഇല്ല. അപ്പോൾ നിങ്ങൾക്കും ഇതുമാതിരി അനുഭവം എന്ന് വെച്ചാൽ നിങ്ങൾ പണ്ട് കളിച്ച് നടന്നിരുന്ന കുറേ സ്ഥലങ്ങൾ ഇപ്പോൾ മിസ്സിങ് ആണ്, ടോട്ടലില്ല. കാരണം അപ്ഡേഷൻ, എല്ലാവരും അപ്ഡേറ്റ് ആവുന്നതോടുകൂടി നമ്മുടെ സറൗണ്ടിങ്സ് അപ്ഡേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സ്ഥലങ്ങൾ മിസ്സാവും. അപ്പോൾ ഇപ്പോൾ ഉള്ളത് മാക്സിമം നമ്മൾ എടുക്കുക. ഇനിയും മിസ്സാകാനായിട്ട് മുന്നേ അതൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഭാവി തലമുറയ്ക്ക് അതൊക്കെ കാണിച്ചു കൊടുക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ അപ്പനും അമ്മയൊക്കെ കുറേ കഥകൾ പറയാം, അവർ പണ്ട് അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ടെന്നൊക്കെ. നമുക്ക് ആ കാര്യങ്ങളൊക്കെ അവർ പറയണതിലൂടെ ഉള്ളൊരു അറിവ് മാത്രമല്ല, നമുക്ക് അതിൻ്റെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ പിള്ളേരോടോ എൻ്റെ ഭാവി തലമുറയോടോ ഇതുമാതിരത്തെ കഥകൾ പറയുമ്പോൾ ഇങ്ങനെ സാധനം ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എടുത്തു വയ്ക്കണമെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് അതുമാതിരി താല്പര്യമുള്ളതാണെങ്കിൽ നിങ്ങൾ ഇതുമാതിരി ചെയ്യുക. അപ്പോൾ എൻ്റെ നാട്ടിലുള്ള, എൻ്റെ ചുറ്റുവട്ടത്തുള്ള, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ഏരിയയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാവരും കാണുക എന്നതിലുപരി ഇതിങ്ങനെ അവിടെ ഇട്ട് വയ്ക്കുക. എപ്പോഴെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ ഓർമ്മ വരുമ്പോൾ അതൊന്ന് അയവറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തു വയ്ക്കുക. അത്രയും ഞങ്ങൾക്ക് ഈ ഉദ്ദേശമുള്ള വീഡിയോനെ പറ്റി. പക്ഷേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. എല്ലാവരും സബ്സ്ക്രൈബും ചെയ്തോളൂ, എല്ലാം ചെയ്തോളൂ. ഇങ്ങനെ വരുന്നുള്ളൂ, എന്താ ചെയ്യുക? 2K കിഡ്സിൻ്റെ ഒപ്പം പിടിച്ചു നിൽക്കണ്ടേ, എന്താ ചെയ്യുക? എന്തൊക്കെ ചെയ്യണം 2K കിഡ്സിൻ്റെ ഒപ്പം പിടിച്ചിരിക്കാൻ? ഈ സാധനം അങ്ങനത്തെ മറ്റേ കൊറിയൻ ഹാട്ടാ എന്തിട്ടാണോ അങ്ങനെ എന്താ പറയാ, ഇതും കൊറിയൻ സാധനം തന്നെ. തൃശ്ശൂർ വളരെ അത് പോയിടാ, ഷോട്ടായി. ഞാൻ പറഞ്ഞില്ലേ, അത് പോയി, അത് പൊളിച്ചു, തൊഴുത്ത് പൊളിച്ചു. അത് നമ്മൾ കഴിഞ്ഞ പോലെ വന്നപ്പോണ്ടായിരുന്നു അല്ലേ? കഴിഞ്ഞ കൊല്ലല്ലേ, കഴിഞ്ഞ കൊല്ലല്ലേ വന്നിട്ട് കുറച്ച് കൊല്ലായില്ലേ? ഇത് ഇവിടെ എൻ്റെയൊക്കെ പണ്ടത്തെ തറവാട്, അതായത് എൻ്റെ അപ്പനൊക്കെ ജനിച്ച് വളർന്ന ഒരു തറവാടിൻ്റെ അതിൻ്റെ അവശിഷ്ടങ്ങളാണിത്. ഇവിടെ ഇല്ല, ഒന്നുമില്ല. അവിടെ ഒരു കിണറുണ്ടല്ലോ, പണ്ടത്തെ ഒരു കിണറുണ്ട്, അതെങ്കിലും ഇത് കടിച്ചെടുക്കിട്ട് ഈ വല്ല പാമ്പുണ്ടാവല്ലേ ഈശ്വര. യെസ്, വർഷങ്ങളോളം പഴക്കമുള്ള ഈ കിണർ. ഇവിടെ അതിൻ്റെ കുറേ ഏതോ അമ്മാമ്മയ്ക്ക് ഇതൊരു കഥ പറയും, ഏതൊരു വർഷത്തിലൊന്ന് കൊടുങ്കാറ്റിൽ അത് നശിച്ചതെന്നൊക്കെ പറയും. ഏതോ 81, 61, 71 ഏതൊരു കൊല്ലം വന്ന പണ്ടത്തെ ഒരു കൊടുങ്കാറ്റിൽ ഇടിഞ്ഞു വെളിഞ്ഞ് വീണു എന്നൊക്കെ പറയാറുണ്ട് അമ്മാമ്മ. അപ്പോൾ അതിൻ്റെ കുറേ ഇവിടെ ഒരു തൊഴുത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ അടുത്തൊരു എത്ര കൊല്ലം ഉണ്ട് അവിടെ? കൊറോണയ്ക്ക് മുന്നേന്നുണ്ടല്ലേ? 5 കൊല്ലം. ഇവിടെ പണ്ടത്തെ മറ്റേ ആനചൂട്ടി പൊളിയാത്ത വലിയ വലിയ പെട്ടികൾ, പണ്ടത്തെ തറവാട്ടിൽ, ഞങ്ങളുടെ തറവാട്ടിലും കാര്യത്തിലൊക്കെ ഉപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങൾ, അതൊക്കെ ഇങ്ങനെ പഴയത് ഇങ്ങനെ തുരുമ്പ് പിടിച്ച് എടുത്ത് പൊളിച്ച് വെച്ച മാതിരത്തെ ഒരു സാധനങ്ങളുണ്ട്. ഒരു പെട്ടി, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ബിന്നോനൊക്കെ കൂടി വന്നിട്ട് ഞാനും പിന്നൊക്കെ അന്ന് വന്നിട്ട് കുറേ ഫോട്ടോ എടുക്കല്, കുറേ പെട്ടിയൊക്കെ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയില്ലേ. എന്തൊക്കെയോ ടൂൾസ്, കുറച്ച് പരിപാടികളൊക്കെ അന്ന് എന്തൊക്കെയോ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തുകൊണ്ട് പോയി. അത് ആ സംഭവം ടോട്ടലി ഇപ്പോൾ അവിടെ ഇല്ല. അത് ഇളയപ്പം പൊളിച്ചു കളഞ്ഞു. അവരെന്നിട്ട് ഫുള്ള് തെങ്ങും കവുങ്ങും വാഴയൊക്കെ വെച്ചു. സെറ്റപ്പ് സാധനമായിരുന്നത്. ശരി, അതൊക്കെ ഉണ്ടാവും വിചാരിച്ചേട്ടാ. അപ്പോൾ ഞങ്ങളുടെ പണ്ടത്തെ തറവാട്ടിക്ക് വരുന്ന ഗേറ്റും കാര്യങ്ങളാണിത്. ഈ കാണുന്നത് അന്നത്തെ സംഭവം.
അതൊക്കെ ഇപ്പോൾ പറമ്പിക്കുള്ള മതിൽ മാതിരിയാക്കി വെച്ചേക്കുക. ഒന്നുമില്ല, പഴയ അവശേഷിപ്പുകളാണ് ഇതൊക്കെ. പുരാവസ്തു. അപ്പോൾ ഇത് അത് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ട ഇത് മരുന്ന് പറഞ്ഞേ, അങ്ങനത്തെ കുറേ സാധനങ്ങളില്ലേ. ഞങ്ങൾ ഇപ്പോൾ നേരത്തെ അവിടെ പാടത്ത് നിങ്ങൾ കണ്ടില്ലേ, ഒരു കുറേ വീടുകൾ കണ്ടില്ലേ. ഇപ്പോൾ ഇവൻ ഒരു 5-6 മാസം മുന്നേ വന്നപ്പോൾ, അല്ല കഴിഞ്ഞ വർഷം ഒന്നുമില്ലേ വന്നപ്പോൾ, അത് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു തരി ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ എല്ലാവർക്കും ആൾക്കാർക്ക് താമസിക്കാൻ വീട് വേണം, വെക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ വെച്ചാലേ നമ്മുടെ കുറേ നല്ല ചെറുപ്പകാലത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മളറിയാതെ തന്നെ ഇല്ലാണ്ടായി പോവാണ്. അപ്പോൾ അതൊക്കെ മിസ്സാവാനായിട്ട് മുന്നേ നിങ്ങൾ ഇതേമാതിരി വീഡിയോ ഒക്കെ എടുത്ത് വയ്ക്കുക. ഇതൊക്കെ ഭയങ്കര അത്യാവശ്യമുള്ള നൊസ്റ്റാൾജിക് മെമ്മറീസിന് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. പിന്നെ ഞങ്ങളത് പാടത്തു കൂടെയൊക്കെ കയറിയിട്ട് നമ്മുടെ ഒരു അടുത്ത മെയിൻ ലൊക്കേഷൻ പോകുമ്പോൾ എപ്പോഴും ഈ ഭാഗത്തൊക്കെ ഇതിൻ്റെ തടക്കിലൊക്കെ ഞങ്ങൾ ചൂണ്ടയൊക്കെ വെച്ചിട്ട് ഒളിപ്പിച്ചിരുന്ന എന്തൊരു പണിയെടുക്കൂലേ. ഫുള്ള് അവിടെ ഇവിടെയൊക്കെ വെച്ചു. വേറെ ആൾക്കാരുടെ ചൂണ്ട എടുത്തിട്ട് നമ്മൾ പോവും. ഇതൊക്കെ തന്നെ പരിപാടി. എന്തോരം പരിപാടി ചെയ്താണ്. ഇപ്പൊ ഞങ്ങൾക്ക് വേറൊരു സ്ഥലമുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചതിൻ്റെ വേറെ ഉദ്ദേശമുണ്ട്. എൻ്റെ വീടിൻ്റെയൊക്കെ അടുത്ത് ഒരു സ്ഥലമുണ്ട്, ഒരു കനാൽ ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഓർമ്മയുള്ളൊരു സ്ഥലമാണ്. എന്നുവെച്ചാൽ ചെറുപ്പത്തിൽ നമ്മൾ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ നമ്മളൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റില്ല. അതാണെങ്കിൽ പണ്ട് ഞങ്ങളുടെ വീടിന് മുന്നിൽ കൂടെ ഒരു കനാലും ഉണ്ട്. ആ കനാല് പണിയാൻ വേണ്ടി വരുന്നവർക്ക് വേണ്ടിയിട്ട് താമസിക്കാനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് അത്. കനാൽ പള്ളി കഴിഞ്ഞപ്പോൾ അവർ പോയപ്പോൾ അതൊരു പ്രേതന്മാരിങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലം, ഇടിഞ്ഞ് പൊളിഞ്ഞ് ചുമരും ഭിത്തിയൊക്കെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ പേര് വരച്ചിട്ടും പിടിച്ചിട്ടും അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങളിതിൻ്റെ ഉള്ളിൽ വീട്ടുകാരൊന്നും കയറ്റാൻ സമ്മതിക്കില്ല, പോകാൻ സമ്മതിക്കില്ല. അപ്പം നമ്മൾ ഒറ്റയ്ക്കൊക്കെ പോകാൻ ധൈര്യമാകുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ അഡ്വഞ്ചറസ് ആയിട്ട് ചെയ്തൊരു കാര്യം അതിൻ്റെ ഇടയിൽ കൂടെ വീട്ടിലേക്ക് പോവുക, അതിൻ്റെ ഉള്ളിലൊക്കെ പോയി നോക്കുക, ചിത്രങ്ങളൊക്കെ കാണുക. ഇതായിരുന്നു ഞങ്ങളുടെയൊക്കെ ഫസ്റ്റത്തെ ഒരു മെയിൻ. പിന്നെ അവിടെ ഞങ്ങൾക്ക് ഭയങ്കര ഓർമ്മയുള്ളത്, ഞങ്ങൾക്ക് ഈ വഴിയിൽ നിന്ന് കിട്ടണം പട്ടിക്കുട്ടികളുടെയും അതിനൊക്കെ ഞങ്ങൾ വളർത്താൻ നോക്കും. ഞങ്ങൾ വളർത്താൻ നോക്കിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പാലൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. വീട്ടുകാരറിയേണ്ട പാലൊക്കെ എടുത്തു കൊടുന്ന് എന്താ പറയുക യൂറ്റുകൾക്കൊക്കെ കൊടുത്ത് ഞങ്ങൾ വളർത്തും. വീട്ടിൽ കയറ്റില്ല, പട്ടീനും പൂട്ടീനൊന്നും കയറ്റാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇട്ട് വളർത്തിൻ്റെ ഞങ്ങൾ 3 പേരും കൂടുതലുണ്ടാവുക. പിന്നെ ഉണ്ട് റിജോ ഉണ്ടാവും, കുറച്ച് പേരുണ്ട്. പക്ഷേ ചിലവരൊന്നും ഇപ്പോൾ ഇല്ല, കുറേ പേര് പുറത്താണ്, ജോലിയിലാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വളർത്തുന്ന ഒരു സ്ഥലമുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിപ്പോഴും ഉണ്ട്. അത് പക്ഷേ ചിലപ്പോൾ ഒരു ശക്തമായൊരു കാറ്റും മഴയും വന്ന് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാവുന്നൊരു അവസ്ഥയിലാണ് നിൽക്കണം. അപ്പോൾ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം നാട്ടിലേക്ക് ലീവിന് വരുമ്പോഴോ അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് വിടുമ്പോൾ അതുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ കാണിക്കാൻ പോകുന്നുണ്ട് ഞങ്ങളുടെ സ്വന്തം കനാൽ ക്വാർട്ടേഴ്സ്. ഈ ക്വാർട്ടേഴ്സ് ഈ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്ന ക്വാർട്ടേഴ്സാണ് ഞങ്ങളുടെ പേടി സ്വപ്നമായിരുന്നു. എല്ലാതും അങ്ങനത്തെ കുറച്ച് സ്ഥലം. ഈ കനാൽ ക്വാർട്ടേഴ്സിൽ ഇരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ഒരു പാലുണ്ടായിരുന്നു, പണ്ടത്തെ ഒരു പാലം. അതിൻ്റെ മുകളിൽ ഫുള്ള് എന്നും വന്നിരുന്ന് വൈകുന്നേരം വർത്തമാനം പറയുന്നത് ഞങ്ങളുടെ ഒരു മെയിൻ കേന്ദ്രമായിരുന്നു. പിന്നെ ഇവിടെ ഒരു വലിയ മരം ഉണ്ടായിരുന്നു ഇവിടെ, അതൊക്കെ മുറിച്ച് കളഞ്ഞു. പിന്നെ ഈ കിണർ കാണുമ്പോൾ ഭയങ്കര സംഭവം തോന്നുന്ന കിണറായിരിക്കും, വെള്ളമൊന്നും ഉണ്ടാവില്ല. ഉള്ളിൽ വേസ്റ്റുകൾ മാത്രം നിറഞ്ഞെടുക്കുന്ന ഒരു കുട്ടി കിണറാണ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ സ്ഥലങ്ങൾ. ഇവിടെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കനാൽ കേട്ടോ. ഈ കനാലിൻ്റെ പണിയുടെ സമയത്ത് വേണ്ടിയിട്ടാണ്, ഈ കനാൽ പണിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം പോണത്. ഇതിപ്പോൾ എല്ലാവർക്കും രാഷ്ട്രീയക്കാർക്ക് പോസ്റ്റർ ഒട്ടിക്കാനും പരിപാടികൾക്ക് ഉണ്ടാകും. ഓടൊക്കെ പൊളിഞ്ഞ് കിടക്കണുണ്ടാകും മുകളിൽ. ഇത് എന്നാണ് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാൻ പോണേ. ഇതൊക്കെ പൊളിനായിട്ട് മുന്നേ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാ. അവിടെ ഉള്ളിൽ പോടാ. ചെറുപ്പത്തിൽ ഇതൊക്കെ ടാസ്ക്കാ. അല്ല പാമ്പുണ്ടാണോ? കുറേ നാളെങ്കിലും കയറിയിട്ടില്ലേ പറഞ്ഞാൽ. പൊളിഞ്ഞു കേട്ടോ, ഓടൊക്കെ തലയിൽ വീഴേ നോക്കിക്കോ. ഇത് ഞങ്ങൾക്കൊരു പേടി സ്വപ്നമായിരുന്നു ചെറുപ്പത്തിൽ. ഉണ്ടാ അടുത്ത മഴയ്ക്ക് വീഴാൻ വെച്ചേക്കണമെന്നുണ്ട് ബാക്കിയുള്ളത്. ആലുകൊണ്ടല്ലോ നമ്മുടെ ഇതിണ്ട്. മമ്മൂട്ടിയൊക്കെ എഴുതിയേക്കണ്ട, ഇതൊക്കെ നിങ്ങൾ പണ്ട് എഴുതിയേക്കണതാ. സ്പെല്ലിങ് തെറ്റാന്ന് മാത്രം. മമ്മൂട്ടിയുടെ സ്പെല്ലിങ് എന്ന് അറിയണ്ട് എഴുതി വെച്ചേക്കണ സാധനങ്ങളത്. കുറെ തെറിയുണ്ടാവും. ഫോർ ദ ബോയ്സ്, മൈത്തൂസ, ഇതൊക്കെ ആരാണാവോ.
അല്ലൊറിജിന് എഴുതിണ്ടാവല്ലോ. അത് അപ്പുറത്തെ സൈഡാ ഷെൽഫ്. ഇതിൻ്റെ ഉള്ളത് ആ നമ്മുടെ പണ്ടത്തെ അല്ലേ ഈ പഞ്ചസാര. ഞങ്ങള് പണ്ട് ഇതേമാതിരി ഇതൊക്കെ കാണാൻ സമയത്ത് ഈ മറ്റേ എന്നിട്ട് ആൽബംസ് ഒക്കെ ഇറങ്ങിയ സമയത്ത് ഓരോ പാട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ റീക്രിയേറ്റ് ഒക്കെ ചെയ്യും. നമ്മൾക്ക് അത് വന്ന് വേറെ എന്തൊക്കെയാവുള്ളൂ. അപ്പം അന്നൊക്കെ ഞങ്ങൾ എസ്തറ്റിക് വൈബ് പിടിക്കാൻ വേണ്ടി വരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. കർത്താവിനേക്ക് വരച്ചത് ഇവിടെയല്ലേ? ആ അതാ കർത്താവ് ഇരിക്കുന്നു. ഓ കറക്റ്റ് അവിടേക്ക് മാത്രം വിളിച്ചുണ്ടല്ലോ. എന്താ പണ്ടത്തെ കലാവാസനയുള്ള ആൾക്കാർ. ഈ മമ്മൂട്ടി ഞങ്ങളാ, എനിക്ക് ഓർമ്മയുണ്ട് മമ്മൂട്ടി. ഡൈനോസറൊക്കെ ഉണ്ട് ഇവിടെ. എസ്തറ്റിക്ക ഞങ്ങൾ. ഇതൊക്കെ ആര് വരച്ചാണോ? അല്ലു, നമ്മുടെ അല്ലു അർജുൻ ഫാൻസ്. ഇത് നമുക്കൊരു ഡാർക്ക് വൈബിൽ എടുക്കാൻ വേണമെങ്കിൽ മോഹൻ മമ്മൂട്ടി ലാല് ഫാൻസ്. ലാലേട്ടൻ അല്ലു. ഞങ്ങളൊക്കെ കട്ട അല്ലു അർജുൻ ഫാൻസാണ്. അല്ലു അർജുൻ അന്ന് പണ്ട് ഹാപ്പി പണ്ടത്തെ അല്ലു അർജുൻ സിനിമ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ പഴയ ഒരു ഫ്ലക്സിൻ്റെ പുറത്ത് ഫോട്ടോയൊക്കെ ഇട്ട് ചിലയുടെ പേരൊക്കെ എഴുതി ഇവിടെ ബോർഡിലൊക്കെ അടിച്ച് ഫ്ലക്സ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. എത്ര കൊല്ലം മുന്നല്ലേ? 10 പഠിക്കുമ്പോഴാ? 10 മുന്നേ. ആ അതൊക്കെ വലിയ ഫ്ലക്സ്. അതിന് മുന്നേ ചെറിയൊരു സാധനം ഇറക്കിയിട്ടുണ്ട് നമ്മള്. ആ അതിന്റെ ഫോട്ടോ ഉണ്ട് അറിയാണ്ട്. ഈ അടുത്ത ആരെങ്കിലും ഇറക്കിണ്ടായിരുന്ന ഫോട്ടോ. ആ അതൊക്കെ ചുരുങ്ങിയതൊരു 8ാം ക്ലാസ് 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെയും. എത്ര കൊല്ലം മുന്നേ? നമ്മളത് വെച്ചു. അതായത് പഴയൊരു ഫ്ലക്സില് നമ്മളതില് എന്താ പറയാ റിജോ കളക്ട് ചെയ്തിട്ടുള്ള സ്റ്റിക്കറുകൾ കുറെ സ്റ്റിക്കറുകളുണ്ട്. ആ സാധനം എല്ലാം കളക്ട് ചെയ്തത് അപ്പൊ അയിമ ഒട്ടിച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് മറ്റൊരു ആർട്ട് പോലെയാക്കിയിട്ട് ഇവിടെ മരത്തിന്റെ മുകളിൽ തൂക്കി. ആ മരം ഇപ്പൊ വെട്ടി ഗൈസ്. ആ മരം ഇല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ വെട്ടി എന്ന് പറഞ്ഞ മരം. അത് കഴിഞ്ഞിട്ട് അത് കണ്ടിട്ട് ഇവിടെയുള്ള ചേട്ടന്മാരൊക്കെ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ചെയ്തത് കുറച്ചും കൂടി ഫ്ലക്സ് അടിക്കുക പൈസക്ക് തരാം. നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് പൈസ ഇല്ലാത്ത നമ്മൾ അത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് പൈസ കറിയിട്ട് ഞങ്ങൾ വേറൊരു ഫ്ലക്സ് വെച്ചു. വീട് നമ്പറുണ്ട്. ഇതിന് വീട് നമ്പറൊക്കെ ഉണ്ടോ? ഓ അത് അന്ന് ഫ്ലക്സിന്റെ ഫോട്ടോ ആരുടെ ഇല്ല. ഒരു 10-5 10-6 ഫ്ലക്സ് ആയിരുന്നു. ഇവിടെ ഫോട്ടോഷൂട്ട് നടത്തി ഓർമ്മയുണ്ട് എനിക്ക്. തെച്ചു ക്യാമറ എടുത്തിട്ട് അതൊക്കെ +2 ഒന്നുണ്ടല്ലേ? പോയേക്കാം. നമ്മുടെ മറ്റേ ഏറുമാടുണ്ടാക്കിയ മരപ്പുണ്ടാ? അതുണ്ടോ എപ്പോഴും? എപ്പോഴും ഉണ്ടാ? അതിന്റെ ഒരു ഫോട്ടോ പോലും എനിക്ക് നല്ല വിഷമമുള്ളൊരു കാര്യം ഇത്. ഞാനൊക്കെ കുറച്ചോട്ടെ കയറി മറങ്ങാൻ പറ്റാത്ത എനിക്ക്. അതിന്റെ മോളിൽ 9 ചക്ക തിന്നണൊരു പരിപാടി ഉണ്ട്. ഓ സെറ്റായിരുന്നു ഷൂ. ഞങ്ങളുടെ പള്ളിയുടെ സൈഡിൽ പള്ളിക്ക് ഒരു പാരീസ് ഹാളുണ്ട്. അതിൻ്റെ സൈഡിൽ ഞങ്ങൾ അതിൻ്റെ ബാക്കിൽ ഞങ്ങൾ എപ്പോഴും കളിക്കുക, ക്രിക്കറ്റൊക്കെ കളിക്കുന്ന സ്ഥലം. അപ്പം അതിൻ്റെ സൈഡിലൊരു മരമുണ്ട്. അതുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി എന്നാവൂലേ ഒരു ഐഡിയ ഇല്ല. ആ ഒരു സമയം ഒരു 10-15 കൊല്ലം അങ്ങനെ വരും. ആ സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി ഒരു മരത്തിന് തെച്ചാണ് മെയിൻ. എല്ലാവരും കൂടിയിട്ട് എന്നിട്ട് കെട്ടി വലിച്ചിട്ട് ഒരു മരത്തിൻ്റെ മുകളിൽ കറക്റ്റ് അതിൻ്റെ ചില്ല് ഇങ്ങനെ വിടർന്ന മരത്തിൽ സെറ്റപ്പ് ആയിരുന്നു. അതിൻ്റെ മുകളിൽ ഞങ്ങൾ പല്ലേക്കും സാധനം കിട്ടിയിട്ട് ഒരു ഏറുമാടുണ്ടാക്കി. എന്നിട്ട് അതിൻ്റെ മുകളിൽ അയിനച്ചക്ക ഉണ്ട്. ഇവിടെ ഒരു അയിനച്ചക്ക കിട്ടി, ചെറിയ ചക്കയിൽ ഇത്ര വന്ന്. അതെടുത്തിട്ട് അവിടെ പോയി ഇരുന്ന് തീറ്റ അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് അത് സെറ്റ് പരിപാടിയായിരുന്നു. പക്ഷേ എന്ന് വെച്ചാൽ അതെ. പിന്നെ പറമ്പിൻ്റെ അവിടെ മസ്ത വന്ന ഞങ്ങളുടെ അടുത്ത് അത് പൊളിച്ചു മാറ്റാൻ ആവശ്യപ്പെടുകയും നിങ്ങളത് പൊളിക്കേണ്ടി വരികയും എല്ലാൻ്റെ പറമ്പിലേറിയിട്ടാണല്ലോ അതൊക്കെ ചെയ്യണേ. പള്ളിയുടെ സൈഡായാലും പറമ്പ് വേറെ ആൾക്കാരുടെ ആയിരുന്നു. നമ്മുടെ പറമ്പ് എൻ്റെ പറമ്പിൽ സെറ്റ് ആയിരുന്നു ബേക്കറി പറഞ്ഞ മാതിരി. അത് കുറേ കഷ്ടപ്പെട്ട് പണിതിട്ട് പൊളിച്ചളിയുമ്പോൾ നല്ല വിഷമമുണ്ടായിരുന്നു. പക്ഷെ അതൊരു നല്ലതാണ്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒറ്റ ഫോട്ടോസ് പോലും നമ്മുടെ കയ്യിലില്ല. അതൊരു നമുക്ക് ഭയങ്കര ഒരു
വിഷമമുള്ള ഒരു കാര്യമാണ്. എന്താ ചെയ്യുക, ഒന്നും ചെയ്യാല്ല. നിങ്ങൾക്ക് ഇതുമാതിരി ഫോട്ടോസൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഗൈസ്? നിങ്ങളുടെ വിഷമങ്ങൾ ഞങ്ങളോട് പറയൂ, എന്നാലേ ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഗൈസ്, ഇതാണ് ഞങ്ങളുടെ പള്ളിയുടെ പാരീഷ് ഹാൾ. ഇതിൻ്റെ പിന്നിലായിരുന്നു ഞങ്ങളുടെ കുറേ കാലങ്ങളോടുള്ള ക്രിക്കറ്റ് കളികൾ നടന്നത്. ഏതോ കൊല്ലം? 2010. 14 കൊല്ലായി. അപ്പോൾ നമ്മൾ അത് പണിതിട്ട് 12-13 കൊല്ലമായി ഉണ്ടാവും. നേരത്തെ പറഞ്ഞ ഏറുമാടം ആ മരണ്ടാ അതിനില്ലേ ഈ ഹോള് പണിതപ്പോ നമ്മുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അത് കുർമാലിനെ ഇളക്കി മറിച്ച്. അതെ, ഞങ്ങളുടെ ഒരു 5-6 പേരുടെ ബ്രേക്ക് ഡാൻസ് ഗൈസ്. ഏതായിരുന്നു പാട്ട്? ഓ, അതിന്റെ വീഡിയോ ഉണ്ടല്ലേ? ശോകാണ്, ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. പണ്ട് അന്നെടുത്ത സാധനല്ലേ, ടച്ച് ഒന്നും ഇല്ലല്ലോ. ഇതുമേലെ ഉണ്ടാക്കിയേ? ഇതുമേലെ ഏതുമായിരുന്നു? ഭയങ്കരമായിട്ട് മാറിയില്ലേ? വളരില്ലോ, മരല്ലേ. ഞങ്ങളുടെ ക്രിക്കറ്റ് പാടാട്ടാ ഇപ്പൊ ഫുള്ള്. ഇവിടെ ആരും വരാറില്ലേ? ആ, ഇവിടെ ഇങ്ങനെ ഒരു അടുക്കള സെക്ഷൻ ഉണ്ട്. ഇപ്പൊ ഇതൊരു ഹാളാ. അപ്പൊ പരിപാടി എടുക്കുന്നവർക്ക് കുക്ക് ചെയ്യാനൊക്കെ ഇപ്പൊ ഹാൾ സെക്ഷൻ. അപ്പം പണ്ട് ഞങ്ങളുടെ സ്റ്റെമ്പും ക്രിക്കറ്റിന്റെ ഫുട്ബോളിന്റെ ഗോൾ പോസ്റ്റും ക്രിക്കറ്റിന്റെ സ്റ്റെമ്പും ഒക്കെ ഇതായിരുന്നു. യെസ്, ദിസ് ഈസ് ദ ഏരിയ. ആ ചുമരുമായിരുന്നു ഞങ്ങളെല്ലാം വരച്ചു കൂട്ടി കളിച്ചിരുന്നത്. സൂക്ഷിച്ചു നോക്കിയാൽ ബേക്കിലെ മരത്തുമ്മ ഇപ്പോഴും ഫുട്ബോളിൻ്റെ പാടുകൾ കാണാം. ചുമരുമ്മ മരല്ലേ? ഓ, ഇതിൽ കാണില്ല. മറ്റു ക്രിക്കറ്റ് ബോളിൻ്റെയൊക്കെ പാട് ഇപ്പോഴും ഉണ്ടാ ഫുട്ബോളില്. ഹലോ. പക്ഷെ ഇവിടുത്തെ ക്രിക്കറ്റ് കളി എന്ന് പറയുന്നത് ഒരു സാഹസിക ക്രിക്കറ്റ് കളിയായിരുന്നു. ഞങ്ങൾ ഹോക്കിയൊക്കെ കളിച്ചിട്ടുണ്ട്. ഇവിടെ പറമ്പിൽ വെട്ടിയിട്ട് കൊമ്പൊക്കെ എടുത്തിട്ട് ബോളൊക്കെ ഇട്ടടിച്ച് ഹോക്കിയൊക്കെ കളിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു മതിൽ കാണല്ലേ നിങ്ങൾക്ക്? ആ മതിലിൻ്റെ തറ മാത്രമേ ഉണ്ടായിരുന്നല്ലോ. 6 അടിക്കണമെങ്കിൽ ബോൾ വന്ന് തറയുമ്പോൾ കുത്തണം. അപ്പുറത്തേക്ക് പോയാൽ വിട്ടുക, ഇപ്പുറത്തേക്ക് വന്നാൽ 6 അല്ല, കറക്റ്റ് ആ തിണ്ടും അടിക്കണം. അങ്ങനെയൊക്കെയാണ് 6 ആയിരുന്നല്ലോ. അതൊക്കെ സ്കില്ലായിരുന്നു. അതൊക്കെ 6 അടിക്കാൻ ചിറ്റപ്പനൊക്കെയാണ് കറക്റ്റ് അളഞ്ഞു മുറിച്ച് അടിക്കണ മാതിരി അടിച്ചോളാം. എനിക്ക് എങ്ങനെയാണോ അതൊക്കെ ഒരു കാലം, അന്തകാലം. കുറേ മാറി, വല്ലാതെ മാറിയിരിക്കുന്നു ലോകം അല്ലേ സൈജാനെ? മാറി, വല്ലാണ്ട് മാറിയെന്ന്. ചില്ലറ മറ്റൊന്നുമല്ല, ഇതാണ് പടർന്ന് പന്തലിച്ചു. ചക്കയില്ല. പക്ഷെ ഇപ്പൊ മനസ്സിലാവണില്ല ഏതായിരുന്നു. ഈ മതിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനി നോക്കണ എന്ത് ചെറിയ ഇതായിരുന്നു. പക്ഷെ നമ്മള് ചെറുതായിരുന്നു. ഒന്നും 15 എന്ന് പറയുമ്പോ എത്ര വയസ്സാ? എന്തിനാ വിദ്യ കോളേജാ? 13 വയസ്സ്, 12-13 വയസ്സ്, 12 വയസ്സ് 13 വയസ്സ്. ഞങ്ങളുടെ അപ്പുറത്താണ് വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ്. ഞങ്ങൾ അവിടുത്തെ ഗ്രൗണ്ടിലൊക്കെ മതിൽ ചാടി പോയിട്ട് കളിക്കാറുണ്ട്. അവിടെ ഇടയ്ക്ക് കോളേജിൻ്റെ ടൂർണമെൻറ്റ് സീസൺ വരും, ക്രിക്കറ്റ് കളിയുടെ യൂണിവേഴ്സിറ്റീസ്. അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു പോക്കുണ്ട് അങ്ങോട്ട് പന്ത് പറക്കാൻ വേണ്ടിയിട്ട്. സ്റ്റിച്ച് ബോൾ കിട്ടും, നല്ല ശരിക്കും ക്രിക്കറ്റ് കളി യൂസ് ചെയ്യുന്ന പ്രോപ്പർ സ്റ്റിച്ച് ബോൾ കിട്ടും. ഇവർ കാശുള്ള ടീമായിട്ട് അവരടിച്ച് മൊന്തയിൽ പോയി ഇവർ തപ്പാനൊന്നും പോയില്ല. അപ്പോഴത്തപ്പോൾ വേറെ പന്തെടുത്ത് ഇവർ കളി തീർക്കും. നമ്മളിത് കഴിഞ്ഞ പിറ്റേ ദിവസം ഒരു പോക്കുണ്ട് ജാതിയായിട്ട് പന്ത് പറക്കാൻ. അത് കളിക്കാൻ അറിയില്ല, അത് വേറെ കാര്യം. പന്ത് എറിയാൻ പോലും അറിയില്ല. എൻ്റെ വീട്ടിൽ ഇപ്പിഴിക്കണമെന്നുണ്ട്. സ്റ്റിച്ചിൻ്റെ മറ്റേ ഉള്ളിൽ ഉണ്ടൊക്കെ പൊളിച്ചതൊക്കെ ഇപ്പിഴിക്കണേ. ചിലതൊക്കെ ഇങ്ങനെ കിടന്നിട്ട് നിലത്ത് കിടന്ന് ചെതലൊക്കെ എടുത്ത് അരിയൊക്കെ പോയിട്ടോ. അപ്പോൾ ഉള്ളിലത്തെ നൂലൊക്കെ പൊട്ടിച്ച് ഉള്ളിലത്തെ ഉണ്ട മാത്രം എടുത്ത് കഴിയും. ഇതൊക്കെ തന്നെ പരിപാടി. ഇവിടെ ഒരു റബ്ബർ തോട്ടൊക്കെ ഉണ്ട്. അതിൽ പണ്ട് ഞങ്ങൾ ക്യാമറയൊക്കെ റെൻറ്റിനൊക്കെ എടുത്തിട്ട് ഫോട്ടോഷൂട്ട്. അന്നൊക്കെ ഫേസ്ബുക്കില്ല, അന്ന് ഇൻസ്റ്റാഗ്രാമില്ല. അന്ന് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ട്
ലൈക്സൊക്കെ വേണ്ടിയിട്ട് ദൈവം മുട്ടയൊക്കെ അടിച്ച സമയത്ത് ഞങ്ങളുടെ മുട്ട അന്ന് മറ്റേ രജനീകാന്തിൻ്റെ ശിവാജി പടം ഇറങ്ങിയ സമയം ഈ മുട്ട ലോകം കീഴടക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പോസ്റ്ററൊക്കെ ഉണ്ടായിരുന്നത്. ആ സമയമാണ് പിന്നെ റിലീസാവില്ല. ആ സമയത്ത് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് അതും ഈ മുട്ട ലോകം കീഴടക്കി എന്നിട്ട് അതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ സൈഡിലൊക്കെ ഇവൻ്റെ ഫോട്ടോ ഒക്കെ ഇടാം എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട്. ഈ മുഖവും ഈ മുഖവും ആ മുഖമൊക്കെ നിങ്ങളപ്പോൾ ഒന്ന് കമ്പയർ ചെയ്യും. ഒരു 15 കൊല്ലം മുന്നത്തെ ഒരവസ്ഥ. അങ്ങനെ റബ്ബറും തോട്ടങ്ങളും എല്ലാതും ഉണ്ടായിരുന്നു. ഇപ്പോൾ റബ്ബറും തോട്ടമൊന്നുമില്ല. ഇത് ഞങ്ങളുടെ ആശ്രമമാണ്. ഞങ്ങളുടെ പള്ളിയുടെ ആശ്രമമാണ്. ഞങ്ങൾ ഇതിൻ്റെ പിന്നിൽ പോയി കുറേ പണിയെടുത്തിട്ടുണ്ട്. അവിടെ നല്ല ഫുഡ് കിട്ടുമായിരുന്നു. ആ ബാക്കിൽ ഇതിൻ്റെ പിന്നിൽ കുറേ റബ്ബറുണ്ട്. ഞങ്ങൾ നട്ട് വളർത്തിയ വെള്ളം നനച്ചുണ്ടാക്കിയ റബ്ബറാണ്. നമ്മൾ പണിയെടുക്കാൻ മുട്ടിയിട്ട് പോണതല്ല. ആശ്രമത്തിൽ അച്ഛന്മാർക്ക് കുറേ സാധനങ്ങൾ തിന്നാൻ വരുന്നതുകൊണ്ട് അതൊക്കെ തിന്നാൻ വേണ്ടി പോകുന്നതാണ് ഞങ്ങളുടെ പണി. പേരയ്ക്ക് കിട്ടും, പേരയ്ക്ക അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ കുറേ അച്ചപ്പം കുഴലപ്പം മറ്റേത് മറിച്ചത് എന്ന് പറഞ്ഞിട്ട് കുറേ തിന്നണ്ടോ. പിന്നെ അവിടെ കുറേ കിളികളുണ്ട്, ഫിഷ് ടാങ്ക്, ലവ് ബേർഡ്സ്. ഇതൊക്കെ എടുത്തിട്ടില്ല ആശ്രമത്തിൽ നിന്നൊന്നും. കാണാൻ പോകും നമ്മൾ കുറേ. പിന്നെ ഞങ്ങളൊക്കെ പണ്ട് ബിസിനസ് മൈൻഡിലുള്ളവർ നമ്മളൊക്കെ ലവ് ബേർഡ്സ് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അത് പറയണ്ട കഥകൾ കുറേ. അയ്യോ. പിന്നെ അൾത്താർ സംഘത്തിൻ്റെ അംഗം. ഞങ്ങളൊക്കെ അൾത്താർ സംഘത്തിൽ ഭയങ്കര ആക്റ്റീവായിരുന്നു. നമ്മൾ രണ്ടാളും കൂടി ഉണ്ടാക്കിയ ലവ് ബേർഡ്സിന്റെ കൂടി ഇപ്പോഴും എൻ്റെ വീടിൻ്റെ പഴയ വീടിൻ്റെ മുകളിലുണ്ട്. ഇപ്പോഴും ഉണ്ട് അതിന് മുകളിൽ ആ സാധന ഇപ്പോഴും ഉണ്ടോ? അയച്ചിട്ടില്ലത്. അങ്ങോട്ട് പോയാലെന്നാ മുകളിലേക്ക് പോകാൻ പറ്റുമോ? കുഴപ്പമുണ്ടോ? പ്രശ്നമില്ല. നിൻ്റെ വീട് തന്നെ. എന്നാലും അവർ വേറെ ആൾക്കാർ താമസിക്കേണ്ടില്ല. എന്നാൽ ഞങ്ങൾ അതുകൊണ്ട് ഇന്ന് കാണിച്ചു തന്നിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതാണ് ഞങ്ങളുടെ തീരുമാനം. ശോകമായി ഉണ്ടാവില്ലോ, കൊല്ലം കുറേ ആയില്ലോ. എൻ്റെ ഒക്കെ പൊളിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എവിടെയോ എത്തി. ഞങ്ങൾ ഭയങ്കര ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ലവ് ബേർഡ്സിനൊക്കെ വളർത്തി തൃശ്ശൂർ കൊണ്ടുപോയി വിറ്റ്. ഒരു കിളിക്ക് എത്ര രൂപയുടെ കിട്ടിയിരുന്നാണ്? 200. പെയറിന് 200. 120 രൂപയ്ക്കൊക്കെ കിളീനെ വിറ്റ കഥകളുണ്ട് ഞങ്ങൾക്ക്. പിന്നെ മീന് വേണ്ടി ടാങ്കൊക്കെ പണിയണ ഒരു കഥയുണ്ട് മക്കളെ. എൻ്റെ വീടിന് ഒരു ടാങ്ക് പണിത് ഓർമ്മയുണ്ട് എനിക്ക്. ചാന്ത് എൻ്റെ ഒരെണ്ണം ഞാൻ പണിത്. അത് അവസാനം നമ്മുടെ അന്നത്തെ ഐഡിയ പ്രകാരം സിമെൻ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങില്ല എന്നുള്ളതാണ്. ചാന്തിട്ടാലേ വെള്ളം ഇറങ്ങാതിരിക്കുള്ളൂ നമുക്കറിയില്ല. അതുകൊണ്ട് സിമെൻ്റൊക്കെ ഇട്ടിട്ട് അവസാനം വെള്ളം ഒഴിച്ചപ്പോൾ വെള്ളം നിൽക്കണില്ല. പിന്നെ ചാന്ത് നേടാൻ നിന്നില്ല. അപ്പോൾ അടുത്ത കൊല്ലത്തെ ക്രിസ്മസ് ക്രിബിൻ്റെ ഉള്ളത്തെ എന്താ പറയുക കൊളാക്കി ഞങ്ങളതിനെ മാറ്റി. പിന്നെ ഈ നാട്ടിലെ ഞങ്ങളുടെ സമയത്ത് ആൾത്താർ പ്രസംഗത്തിലുള്ള സമയത്തൊക്കെ ക്രിസ്മസിന് എല്ലാവരുടെ വീട്ടിലും കരോളിനൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ ആൾത്താർ സംഘത്തിലുള്ളവരുടെ വീട്ടിലൊക്കെ ഞങ്ങൾ പോയിട്ട് എല്ലാവരുടെ ക്രിബും വിലയിടും. അതിലെപ്പോഴും ഒന്നാം സ്ഥാനം അടിക്കുന്ന ഒരാളാണത് ഈ മനുഷ്യൻ, ഈ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്രിബ് പണിയോടൊക്കെ ഒരു മാസം ഒരു പണിയോടൊക്കെ ചിലപ്പോൾ ക്രിസ്മസ് ഒക്കെ ഉണ്ട് ക്രിബ് പൊന്തുള്ളൂ. അങ്ങനത്തെ കുറച്ച് അതിങ്ങനെ വർക്ക് ചെയ്ത് തീരാണ്ട് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് പുള്ളിക്ക്. പക്ഷെ കിടിലായിരിക്കും. പക്ഷെ വെയിറ്റ് ചെയ്യണം, ക്രിസ്മസ് ഒന്ന് കഴിയണം സാധനം കാണാൻ. പക്ഷേ സംഭവം കിടിലായിരിക്കും. അങ്ങനെ അതാണ് ഞങ്ങളുടെ വിശ്വാസങ്ങൾ. പിന്നെന്തൊക്കെയാണോ കുറേ കാര്യങ്ങൾ പറയാണ്ട്. പക്ഷേ പറഞ്ഞുകൊണ്ടിരുന്നത് ചിലപ്പോൾ ഇങ്ങനെ കുറേ ആവും സമയം. അപ്പം നിങ്ങൾക്ക് ബോറടിക്കും. ഇപ്പം തന്നെ പരമാവധി പകുതി പേർക്ക് ബോറടിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഫുള്ള് കണ്ടിരിക്കുന്നത് വളരെ വിരളായിരിക്കും. എൻ്റെ വീട് ഇവിടെയായിരുന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു 5-6 വർഷം മുന്നേ. 6 വർഷമായി നീ വീട് മാറിയിട്ട്? യെസ് ഗൈസ്, 6 വർഷത്തിന് ഡിഗ്രി കഴിഞ്ഞ സമയത്ത്, ഡിഗ്രി ലാസ്റ്റ് ഇയർ ആയിരുന്നു മാറിയത് 2019 കൊറോണയ്ക്കൊക്കെ മുന്നേ. എന്നിട്ടാണ് കൊറോണ വന്നത് ഗൈസ്. അതെ, നീ വീട് മാറിയുണ്ട് കൊറോണ. അതെടാ വീട് മാറി കഴിഞ്ഞിട്ട് കുറച്ച് കൊറോണ. അപ്പോൾ എനിക്ക് ഇവിടേക്ക് ഇപ്പോൾ വരുമ്പോൾ വേറെ ഇവൻ പറഞ്ഞ പോലത്തെ ഫീലിംഗ് ആണ് എനിക്ക്. എന്ത് തേങ്ങ അതെ ഇവന്റെ പർച്ചേട്ടാ. നിങ്ങൾ വിചാരിക്കും ഒരു 5-6 കിലോമീറ്റർ അപ്പുറത്ത് പോയി താമസിക്കരുത്. ഒരു കിലോമീറ്ററിൽ അവന് വീട്ടിൽ കഷ്ടി നടന്ന് പോലെ വഴിയല്ല. ഞാൻ ഇങ്ങോട്ട് വരാറില്ല ഗൈസ്. ഞാൻ വരുമ്പോഴാണ് വരാറുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല ഗൈസ്. ഞാൻ പോയി കൊടുത്ത സ്ഥലത്തിന് കൂടി അപ്പം അത് കാരണം എന്താ പറയാ, പിന്നെ നമ്മളെ കിളിക്കൂട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. ഞാൻ വെറുതെ ഒരു ആവേശത്തിന് തള്ളിയതാണ് ഈ തെൻ്റെ ഉള്ളിൽ. ഇവരിങ്ങോട്ട് വരുന്ന എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആരെ കണ്ടില്ല മണ്ടക്ക് ഇടിയ പോലെ. കൂടെ ഒന്നും കാണാനില്ല കേട്ടാ. വീടിന് മുകളിൽ അവര് അടക്കിട്ടൊക്കെ. വീടൊന്നും കൂടി സെറ്റപ്പ് ആക്കണം ഗൈസ് ഇൻ ഫ്യൂച്ചർ. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് കുറേ സമയം ചെലവഴിച്ചിട്ടുള്ള ഒരു വീടാണിത്. ഞങ്ങളുടെ 3 ആളുടെ വീട്ടിൽ ഞങ്ങളെല്ലാം എവിടെ ഓടോ നമ്മൾ കിളിക്കൂടി ഇപ്പോഴുണ്ട്. എൻ്റെ മുന്നേ. അതൊരു അത്ഭുതമായിട്ടാ.
ഇതെന്താണ് സംഭവിച്ചത് ഇതിന്? ഇതാണ് ആ കിളിക്കോട് ഗൈസ്. ദിസ് ഈസ് ദാറ്റ് കിളിക്കോട്. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം എന്താ അവസ്ഥ എന്ന് എനിക്കറിയില്ല ഗൈസ്. ഇത് വളരെ വളരെ ശോകമവസ്ഥയിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത് ഗൈസ്. അപ്പോൾ കിളിക്കൂടെ എല്ലാവരും കണ്ടില്ലേ? അത് നിങ്ങളന്ന് കാലങ്ങൾ എത്ര കൊല്ലായിരുന്നു ഒരു ഐഡിയ ഇല്ല. അപ്പോഴേക്കോ 10th 10ാം ക്ലാസ് 2012 2012 അത് വയറ് വെച്ച് ഹാങ് ചെയ്തിട്ടുള്ള കാരണം അതിനൊന്നും പറ്റിയിട്ടില്ല ഇത്. അത് തോന്നി. പക്ഷെ കുറെ വെച്ച് ഇതിൽ പിടിച്ച് പോയി. പക്ഷെ ചട്ടിക്ക് അതുപോലെ തന്നെ ഉണ്ട്. നീ വീഡിയോ കണ്ടില്ലേ? ഞാൻ വീഡിയോ ചെയ്തിട്ട് നോക്കിയില്ല. ഞങ്ങൾക്ക് മോളിൽ പോകാൻ പറ്റിയില്ല. ആ വീട്ടിൽ വേറെ ആൾക്കാരെല്ലാം ഇവനെ മയിലാളി, ഇവനെ എവിടെയാണെങ്കിൽ കയറി പോകാൻ. നമ്മളങ്ങനെയല്ലല്ലോ, ശരിയല്ലല്ലോ. അതുകൊണ്ട് മാത്രമേ പോയുള്ളൂ. അതിൽ കുറേ അത്യാവശ്യം കളി ഉണ്ടായിരുന്നു. അതിൽ 5-8 വരെ ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ അപ്പുറത്തെ വീട്ടിലത്തെ പണ്ടത്തെ TV-യുടെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ലേ ഇപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ, അതൊക്കെ എടുത്ത് കൊടുന്ന് അതിൽ ഫ്രെയിം അടിച്ചിട്ട് പൊളിച്ചിട്ടൊക്കെയാണ് വലിയൊരു കൂടുണ്ടാക്കിയത്. കുറേ കളി ഉണ്ടായിരുന്നു പറഞ്ഞമാതിരി. അതൊക്കെ ഒരു കാലം. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇതുമാതിരി ഓർമ്മകൾ ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഇതുവരെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കാരും തോന്നണില്ല. മിക്കത് എൻ്റെ അമ്മയപ്പനൊക്കെ എന്നെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് വന്നറാ അമ്മ വന്നിട്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഏത് അത് സാരില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, വയസ്സായിരുന്നുണ്ട് അതാണുണ്ട്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ യാത്രകളുടെ വീഡിയോയിൽ ശരിക്കുള്ള യാത്രകളുടെ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.